അഭിലാഷ്, ഹരിപ്പാട് ടൗൺ കടന്നു പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഉറുമ്പിഴയുന്ന വേഗത്തിൽ മാത്രമേ അവിടെ നിന്ന് ഈ വാഹനം കടന്നു പോകാൻ സാധിക്കുന്നുള്ളൂ. അത്രയധികം ജനത്തിരക്ക് കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് വാഹനത്തെ. തീർച്ചയായിട്ടും മോത്തി, ആലപ്പുഴയിലേക്ക് കടന്നത് മുതൽ ഇതാണ് അവസ്ഥ. നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് ഹരിപ്പാട് എത്താനെടുത്ത സമയം മാത്രം നോക്കിയാൽ മതി. അവിടെ നിന്ന് വാഹനം മൂവ് ചെയ്ത് ഇനി ഠാണാപ്പടിയിലാണ് എത്തുക. കൂടുതൽ പോയിന്റുകൾ വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ VS-നെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ ജനങ്ങൾ നിൽക്കുമ്പോൾ ആ ജനങ്ങളുടെ ആവശ്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. VS-നെ ഇനി കാണാനാകില്ലല്ലോ എന്ന് ആർത്തലയ്ക്കുന്ന ജനം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന വീട്ടിൽ ഈ ബാരിക്കേഡ് തന്നെ തകരുമോ എന്ന ആശങ്ക റെഡ് വോളണ്ടിയർമാർക്കുണ്ട്. ഇത് ഈ നിലയിൽ പോവുകയാണ് എങ്കിൽ 12 മണി കഴിയണം വീട്ടിലേക്ക് എത്താൻ. 10 മണിക്ക് മുൻപ് എത്തും എന്നാണ് ഈ വീട്ടിലെത്തും എന്നാണ് സംഘാടകർ CPIM-ന്റെ ഈ ക്രമീകരണങ്ങൾ നോക്കുന്ന ഭാരവാഹികൾ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഹരിപ്പാട് കഴിഞ്ഞാൽ കരുവാറ്റയും തോട്ടപ്പള്ളിയും അമ്പലപ്പുഴയും വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷനും ഉണ്ട്. ഇവിടങ്ങളിലെല്ലാം ഒരുപാട് ജനങ്ങൾ ഇതിനോടകം തന്നെ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. അമ്പലപ്പുഴ VS-ന്റെ നിയമസഭാ മണ്ഡലമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ VS-ന്റെ കർമ്മഭൂമിയാണ് ഇവയെല്ലാം. ഇനി ഹരിപ്പാട് നിന്ന് പുറപ്പെട്ടാൽ ഠാണാപ്പടി വഴി കരുവാറ്റയിൽ പോയിന്റ് ഇല്ല, ആ പോയിന്റ് റദ്ദാക്കി എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി, അമ്പലപ്പുഴ, വണ്ടാനം മെഡിക്കൽ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പുന്നപ്ര പറവൂരിലെ ഈ വീട്ടിലേക്ക് എത്താൻ. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ജനങ്ങൾക്കായി വലിയ പൊതുദർശനത്തിലുള്ള ക്രമീകരണം ആലപ്പുഴ ബീച്ചിൽ റിക്രിയേഷണൽ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ദൂരദേശത്ത് നിന്ന് വരുന്നിട്ടുള്ള പല ആളുകളും നേരെ പുന്നപ്രയിലെ ഈ വീട്ടിലേക്കാണ് വന്നത്. VS-നെ സംബന്ധിച്ച് VS-ന്റെ അയൽവാസികളായിരുന്നവർ, VS-ന്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ VS-നെ ഏറ്റവും അടുത്തറിയുന്ന സ്വന്തം നാട്ടുകാർ, അവരൊക്കെ VS-നെ കാത്തിരിക്കുകയാണ്. അവർക്ക് VS-ന് അന്തിമ അഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർക്ക് അന്തിമോപചാരം അർപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഇവിടെ അനൗൺസ്മെന്റുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ തോതിൽ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് VS-നെ കാണുന്നതിന്റെ ആ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. റെഡ് വോളണ്ടിയർമാർ ഇവിടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മനുഷ്യർ, നമ്മൾ ഇവരോട് കുറെ നേരമായി നിൽക്കുന്ന മനുഷ്യരാണ്. ഇവരോടൊക്കെ നമ്മൾ നേരത്തെ മുതലേ സംസാരിക്കുന്നവരാണ്. അവരിപ്പോഴും അതേ ക്യൂവിൽ തന്നെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ ഈ ഗേറ്റിന് പുറത്തുണ്ട്. ആ ഗേറ്റിന് പുറത്തുള്ള മനുഷ്യർക്ക് അങ്ങ് ദൂരെ, ഞാൻ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതിന്റെ അപ്പുറം ദൂരെ ഉണ്ട് മനുഷ്യർ. ഒരുപാട് നേരമായി അതെ, പാലക്കാട് നിന്ന് വരികയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് VS 4 തവണ വിജയിച്ചതും മുഖ്യമന്ത്രി ആയതും പ്രതിപക്ഷ നേതാവായതും പാലക്കാട് മലമ്പുഴക്കുള്ള വികസനം കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള ഇതിൽ വന്നതാണ്. കഴിഞ്ഞ 2 മണിക്കൂറായി ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്, ഞാൻ കാണുന്നുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ കണ്ടിട്ടേ പോകും. എന്ത് സംഭവിച്ചാലും VS-നെ കാണാതെ മടക്കൂല. ഇപ്പോ ഹരിപ്പാട് എത്തിയിട്ടേ ഉള്ളൂ, പ്രശ്നമില്ല. എത്ര സമയം വേണം നമ്മൾ നിൽക്കാൻ തയ്യാറാവും. കാണാൻ വേണ്ടി വന്നതാ, കണ്ണൂരിന്നേ വന്നത്. കോഴിക്കോട് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് വന്ന ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ ഇവിടെ കാത്തു. അതെ, ഇനി എത്ര 3 മണിക്ക് നമ്മൾ 11 മണിക്ക് എത്തി. ഇന്നലെ രാത്രി 9 മണിക്ക് വന്നതാ. ഇങ്ങനെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയ മനുഷ്യരാണ്. അവർ VS-നെ കാണുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവർ കാത്തിരിക്കുകയാണ്. സഖാവിനെ അവസാനമായി ഒന്ന് കണ്ട്, സഖാവിന് വേണ്ടി മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ച് ഒരു പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് VS ഞങ്ങളുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാകും. അദ്ദേഹം ഭൗതികമായി അവസാനിക്കുന്നുണ്ടാവും, പക്ഷേ VS അച്യുതാനന്ദൻ അമരനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ജനക്കൂട്ടം. VS അച്യുതാനന്ദൻ ഞങ്ങളിലൂടെ ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. VS ഓരോ തലമുറയിലും കെടാത്ത കൈത്തിരികൾ കൊളുത്തിയ ശേഷമാണ് മടങ്ങുന്നത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിന്റെ പ്രവാഹം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പുന്നപ്രയിലെ ഈ വീട്ടിലേക്ക്, പുന്നപ്ര പറവൂരിലെ ഈ വീട്ടിലേക്ക്, ആലപ്പുഴ നഗരത്തിലേക്ക് കേരളമാകെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. വീരോചിതമായ യാത്രയപ്പ് നൽകുകയാണ് കേരളം VS അച്യുതാനന്ദന്. ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം A+ ആണോ കൊടുക്കേണ്ടത്, അതോ A സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത്? A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ